നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏകീകൃത കുർബാന തർക്കം തമ്മിലടിച്ച് വിശ്വാസികൾ. തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹന ഭർത്തർ വീട്ടിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട കുടുംബം. ഇരട്ട ഗോൾ തിളക്കവുമായി റൊണാൾഡോ. അൽ നസറിന് മിന്നും വിജയം. വാർത്തകൾ വിശദമായി. ഏകീകൃത കുർബാന തർക്കത്തിൽ തമ്മിലടിച്ച് വിശ്വാസികൾ. എറണാകുളം താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിലാണ് വിശ്വാസികൾ തമ്മിലടിച്ചത്. ഏകീകൃത രീതിയിൽ കുർബാന ചൊല്ലണമെന്ന് 4ഓളം പേർ നിലപാട് സ്വീകരിച്ചു. രാവിലെ 6:30 തുടങ്ങേണ്ട കുർബാന ഇതോടെ തർക്കത്തിന്റെ ഭാഗമായി അലങ്കോലമായി. തുടർന്ന് വാക്കേറ്റിലും വിശ്വാസികൾ തമ്മിൽ കയ്യേറ്റത്തിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ പഴയ രീതിയിൽ കുർബാന മതിയെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും നിലപാട്. ഇതോടെ പള്ളിയിൽ നേരിയ സംഘർഷമുണ്ടായി. വിവരമറിഞ്ഞ് പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഒടുവിൽ ഭൂരിപക്ഷം വിശ്വാസികളുടെ അഭിപ്രായ പ്രകാരം പഴയ രീതിയിൽ ജനാഭിമുഖ കുർബാന നടത്തി. തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹന ഭർത്തർ വീട്ടിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട കുടുംബം. ആത്മഹത്യയിൽ ഷഹനയുടെ ഭർത്തർ വീട്ടുകാർക്കെതിരെ കുടുംബം തിരുവല്ലം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്നലെയാണ് ഷഹന തിരുവല്ലത്തെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഷഹനയുടെ മുഖത്തും കയ്യിലും പരിക്കേറ്റ പാടുകളുടെ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭർത്തൃമാതാവ് ഷഹനയെ സ്ഥിരമായി പീഡിപ്പിച്ചിരുന്നു എന്ന് ബന്ധുക്കൾ ആരോപിച്ചു. തിരുവല്ലം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്തർ വീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഷഹന 3 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു. ഭർത്തർ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം ഭർത്താവ് ഷഹനയെ നിർബന്ധിച്ചെങ്കിലും പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ഭർത്താവ് നൌഫൽ ഷഹനയുടെ വീട്ടിലെത്തി 1.5 വയസ്സുള്ള കുഞ്ഞിനെ ബലമായി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനെ തുടർന്ന് മുറിയിൽ കയറി കതകടച്ച് ഷഹന ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇനി കായിക വാർത്ത. സൗദി പ്രോ ലീഗിൽ അൽ നസറിന് മിന്നും വിജയം. അൽ ഇത്തിഹാദിനെതിരെ 1-5 ഗോളുകൾ നേടി. ഇരട്ട ഗോൾ നേടി ടീമിനെ പിടിച്ചുയർത്താൻ ക്രിസ്റ്റീനോ റൊണാൾഡോയും ഉണ്ടായിരുന്നു. മത്സരത്തിന് നേടിയ ഇരട്ട ഗോളിന് പിന്നാലെ 2023 ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരൻ എന്ന സ്ഥാനവും സ്വന്തമാക്കിയിരിക്കുകയാണ് താരം. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.